ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ആത്മീയ ഭോജ്യത്തിൽ വിചിന്തനം ചെയ്യുന്നത്, ദരിദ്രരിൽ നിന്നും മുഖം തിരിച്ചു കളഞ്ഞാൽ നീ വിവരമറിയും എന്നുള്ളത് വചന സന്ദേശമാണ്. പ്രഭാഷകൻ 4-ാം അധ്യായത്തിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ ഈ സന്ദേശം വളരെ പവർഫുള്ളായിട്ട്, ശക്തമായിട്ട് ദൈവം നമുക്ക് നൽകുന്നത് കാണാൻ പറ്റും. ദരിദ്രരിൽ നിന്നും മുഖം തിരിച്ചാൽ നീ വിവരമറിയും. നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ ഇതിൻ്റെ വെളിച്ചത്തിൽ കുറച്ച് വചനങ്ങൾ ചേർത്ത് വെച്ച് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മൾ കാണുന്നുണ്ട്, ലൂക്കാ സുവിശേഷകൻ ദൈവത്തിന് നൽകുന്ന ഒരു പദമുണ്ട്, അനാവിം. അനാവിം എന്ന പദത്തിൻ്റെ അർത്ഥം ഗോഡ് ഓഫ് ദ പുവർ, പാവങ്ങളുടെ ദൈവം. അപ്പം അതുകൊണ്ട് പാവങ്ങളെ മാനിക്കുന്നവർ ദൈവത്തെ മാനിക്കുന്നു, പാവങ്ങളെ നിന്ദിക്കുന്നവർ ദൈവത്തെ നിന്ദിക്കുന്നു എന്നുള്ള ആ ഒരു സന്ദേശം വളരെ ശക്തമായിട്ട് ദൈവം നമുക്ക് നൽകുന്നത് കാണാൻ പറ്റും. ദൈവം പാവങ്ങളോട് അല്ലെങ്കിൽ വേദനിക്കുന്നവരോട് കരുണ കാണിക്കുന്ന ഏതാനും രംഗങ്ങൾ ബൈബിളിൽ നിന്ന് നമുക്ക് എടുത്തു കാണാം. പുറപ്പാട് 3-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം പറയാണ്, ഇസ്രായേലിൽ നിന്നും ഈജിപ്തിലേക്ക് പോയ, അടിമത്തത്തിലേക്ക് പോയ എൻ്റെ ജനത്തെ ഞാൻ കാണുന്നു. അവരുടെ ക്ലേശങ്ങൾ ഞാൻ കാണുന്നു, അവരുടെ ദീനരോദനം ഞാൻ കേൾക്കുന്നു. അതാണ് ഈ വചനഭാഗത്തിൽ നമ്മൾ കാണുക. ജനത്തിൻ്റെ ക്ലേശം ഞാൻ കണ്ടു, അവരിൽ നിന്നുയരുന്ന ദീനരോദനം ഞാൻ കേട്ടു. കരയുന്നവരോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമാണെന്നല്ലേ ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. മർക്കോസ് 6-ാം അധ്യായം 34-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ജനത്തെ കണ്ടപ്പോൾ യേശുവിന് അലിവ് തോന്നി. ജനത്തിൻ്റെ ഒരു അവസ്ഥ, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അലിവ് തോന്നി പ്രവർത്തിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. 8-ാം അധ്യായം മർക്കോസ് 8:1 മുതൽ വായിക്കുമ്പോൾ അതിൻ്റെ തലക്കെട്ട് തന്നെ വീണ്ടും അപ്പം വർദ്ധിപ്പിക്കുന്നു. അവിടെ നമ്മൾ കാണുകയാണ്, 3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ കർത്താവിൻ്റെ പുറകെ നടന്ന ജനത്തെ കണ്ടിട്ട് അവരോട് അലിവ് തോന്നി. ശിഷ്യന്മാരോട് പറഞ്ഞു, ഭക്ഷണം കൊടുക്കാതെ അവരെ പറഞ്ഞുവിടാൻ പറ്റത്തില്ല, വിട്ടാൽ അവർ പോകുന്ന വഴി അവർ വീണ് മരിക്കാം, അതുകൊണ്ട് നിങ്ങൾ അവർക്കുള്ള ഭക്ഷണം റെഡിയാക്കൂ എന്ന് പറയുന്ന യേശുവിനെ അവിടെ കാണാൻ പറ്റും. ലൂക്കാ 21:1 മുതൽ വായിക്കുമ്പോൾ ദരിദ്രയായ ഒരു വിധവ, അവിടെ കൈവശം ആകപ്പാടെ ഉണ്ടായിരുന്ന 2 ചെമ്പ് തൊട്ടെടുത്ത് ഭണ്ഡാരത്തിലിടുന്ന ഒരു രംഗം. അത് കണ്ടിട്ട് യേശുവിന് അവളോട് അലിവ് തോന്നി. അവളുടെ ആ പ്രവൃത്തിയെ പ്രശംസിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ യേശു ശരിക്കും പറഞ്ഞാൽ ഓണപ്പ് ചെയ്തു. ഇനി അവളുടെ ജീവിതത്തിൽ സമ്പത്തിനോ ആത്മീയതയ്ക്കോ സന്തോഷത്തിനോ ഒരു കുറവും വരത്തില്ല. അങ്ങനെ അവസരോചിതമായി പ്രവർത്തിക്കുന്ന യേശുവിനെ അവിടെ കാണാൻ പറ്റും. ലൂക്കാ 8:44-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, സകലതും നഷ്ടപ്പെട്ട ഒരു രക്തസ്രാവക്കാരി, 12 വർഷമായിട്ട് ഈ രോഗം, കൈവശം ഉണ്ടായിരുന്ന എല്ലാം ചെലവാക്കി ട്രീറ്റ്മെൻ്റ് എടുത്തു, പക്ഷേ രോഗസൗഖ്യമൊന്നും കിട്ടിയില്ല. അവള് വട്ടപൂജ്യമായി നിൽക്കുന്ന ഒരവസ്ഥ. അവളെ കണ്ടിട്ട് കർത്താവിന് അലിവ് തോന്നി. അവളൊന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചതേ ഉള്ളൂ, അവനിൽ നിന്നും ശക്തി ഒഴുകി അവളെ സുഖപ്പെടുത്തി എന്നുള്ളത് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ദരിദ്രരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അവൻ്റെ ആവശ്യത്തെക്കാൾ നമ്മുടെ ആവശ്യം. നമുക്ക് ചിലവ് തോന്നിയേക്കാം, അവനിങ്ങനെ സഹായം തേടി വന്നത് അവൻ്റെ ആവശ്യം കൊണ്ടാണ്. പക്ഷെ കുറച്ച് വചനങ്ങൾ എടുക്കുകയാണെങ്കിൽ അവനെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. യാക്കോസ്ലീഹ 2:13 പറയുന്നത് എന്താ? കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. ദരിദ്രരോട് കരുണ കാണിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരാവുന്ന ഒരവസ്ഥ, കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. സുഭാഷിതങ്ങൾ 28:27-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദരിദ്രരുടെ നേരെ കണ്ണടച്ചാൽ നിനക്ക് വരാൻ പോകുന്നത് ശാപത്തിൻ്റെ മേൽ ശാപം. അപ്പം അത് വരാതിരിക്കാൻ നമ്മുടെ ആവശ്യമാണ് ദരിദ്രരെ സഹായിക്കുക എന്നുള്ളത്. സുഭാഷിതങ്ങൾ 28:8-ാമത്തെ വചനം കൂടി എടുത്താലോ, അവിടെ പറഞ്ഞിരിക്കുന്നത്, ദരിദ്രരോട് ദയയുള്ളവൻ്റെ കയ്യിൽ സമ്പത്ത് വന്നു ചേരും. മറ്റുള്ളവരെ തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പത്തായിരിക്കാം, അവനെ കൈവിട്ടു പോകും. ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ അത് വന്ന് ചേരും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. സുഭാഷിതങ്ങൾ 19:17 വായിച്ചാലോ, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുക. അത് കർത്താവിൻ്റെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത പോലെയാണെന്ന്, അവിടുന്ന് പലിശ സഹിതം തിരിച്ചു തന്നിരിക്കും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നിയമാവർത്തനം 15:9 മുതൽ വായിച്ചാൽ വലിയൊരു സന്ദേശം അവിടെയുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദരിദ്രരോട് നീയെങ്ങാനും നിഷ്കരുണം, കരുണയില്ലാതെ പെരുമാറിയാൽ അവൻ എന്നോട് നിലവിളിക്കും. അവൻ എന്നോട് നിലവിളിക്കുമ്പോൾ എനിക്കത് കേൾക്കാതിരിക്കാൻ പറ്റില്ലെന്ന്. അപ്പം അങ്ങനെ ദൈവകോപം നമ്മുടെ മേൽ വന്ന് വീഴാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദരിദ്രരോട് ദയ കാണിക്കുക. പ്രഭാഷകൻ 29:9-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര് ദരിദ്രരോട് ദയ കാണിക്കുക.
കൽപ്പനകളെ പ്രതി നീ ഈ ഒരു കാര്യം ചെയ്യണം. നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരല്ല, ലംഘിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നു. ദരിദ്രരിൽ നിന്നും മുഖം തിരിച്ചാൽ ഉണ്ടാകാവുന്ന ചില കാര്യങ്ങൾ മുഖ്യമായിട്ടും നമ്മൾ കാണുന്നത് പ്രഭാഷകൻ 4-ാം അധ്യായത്തിൻ്റെ ആ വെളിച്ചത്തിലാണ്. മുഖം തിരിച്ചാൽ നമുക്ക് പണി കിട്ടും എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 28-ന്റെ 27 നമ്മൾ കണ്ടല്ലോ, ശാപത്തിൻ്റെ മേൽ ശാപം വരാം. പ്രഭാഷകൻ 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനം പറയുന്നത്, പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത്, ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. അവന് പാവപ്പെട്ടവനായതുകൊണ്ട് അവൻ കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലെന്ന്. 3-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴോ, യാചകന് ദാനം താമസിപ്പിക്കരുത്, അത് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കണം. 4-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴോ, പ്രഭാഷകൻ 4-4, ശരണാർത്ഥിയെ നിരാകരിക്കരുത്, ദരിദ്രനിൽ നിന്നും മുഖം തിരിക്കരുത്. അതാണ് നമ്മൾ ഇന്ന് ടൈറ്റിലായിട്ട് എടുത്തിരിക്കുന്നത്. ദരിദ്രനിൽ നിന്നും മുഖം തിരിക്കരുത്, ശരണാർത്ഥിയെ നിരാകരിക്കരുത്. ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്. 5-ാമത്തെ വചനം വായിക്കുമ്പോഴോ, പ്രഭാഷകൻ 4-ന്റെ 5-ാമത്തെ വചനം, ആവശ്യക്കാരിൽ നിന്നും കണ്ണ് തിരിക്കരുത്. 6-ാമത്തെ വചനം, സഹായം നിരസിക്കപ്പെട്ട പാവപ്പെട്ടവൻ മനം നൊന്ത് നിന്നെ ശപിച്ചാൽ അത് ഏൽക്കും. ഏൽക്കാത്ത ശാപങ്ങളുണ്ട് കേട്ടോ. ഇതതുപോലെയല്ല, ഈ സഹായം നിരസിക്കപ്പെട്ട ആ ദരിദ്രൻ മനം നൊന്ത് ശപിച്ചാൽ അത് ഏൽക്കും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 10-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, അനാഥർക്ക് പിതാവായാൽ ദൈവത്തിന് നീ മകനായി മാറും. അതിന് നമ്മൾ അനാഥർക്ക് പിതാവായി മാറണം. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറും എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന 1-2 വചനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദരിദ്രരെ കൈ തുറന്ന് സഹായിച്ചാൽ ഉണ്ടാകാവുന്ന അനുഗ്രഹങ്ങൾ. സുഭാഷിതങ്ങൾ 28-ന്റെ 27 വായിച്ചാൽ അതിൻ്റെ ആദ്യ ഭാഗം പറയാണ്, അവരൊരിക്കലും ക്ഷാമം അനുഭവിക്കേണ്ടി വരില്ല. ക്ഷാമം ഉണ്ടാകാൻ ദൈവം ഇടവരുത്തത്തില്ല. സങ്കീർത്തനം 41 മുതൽ വായിക്കുമ്പോൾ ദരിദ്രരെ സഹായിച്ചാൽ ഉണ്ടാകാവുന്ന അനുഗ്രഹങ്ങൾ വിപുലമാണെന്ന് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട്, കഷ്ടതയുടെ നാളുകളിൽ കർത്താവ് നിന്നെ രക്ഷിക്കും. അതിനെന്ത് ചെയ്യണം? ദരിദ്രരെ സഹായിക്കുന്നവരായി മാറണം. അതുപോലെ സംരക്ഷണം, ആശ്വാസം, സൗഖ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദരിദ്രരെ സഹായിക്കുന്നവർക്ക്. ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി പ്രാർത്ഥിച്ച് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.